രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി ചെന്ന് രവീന്ദ്രനോട് ചോദിക്കുവാണ്, അച്ഛൻ ആദ്യം എപ്പോഴാണ് കൊച്ചുണ്ടായി ഇവൻ എപ്പോഴാണ് ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നു. സുധി അവൻ പറയുന്നു, എനിക്ക് അവൻ 11 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവനുണ്ടായി, അവൻ ഇത്ര വേഗം ചാടിപ്പോകുന്നു അച്ഛനെ കഷ്ടപ്പെടുത്താനെന്നൊക്കെ ചോദിക്കുന്നു. വെറുതെയാണോ നമുക്കൊരു നല്ല കാലം വരാത്തതെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അതിനുശേഷം ഇങ്ങനെ അവനിങ്ങനെ ഓരോ പിള്ളേരുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോഴെന്നൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് നാണം വരുന്നുണ്ട്. അപ്പോൾ രേവതി പറഞ്ഞു, നിങ്ങളിങ്ങ് വന്നേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സച്ചി പറഞ്ഞു, എനിക്ക് കുറച്ച് സംശയമുണ്ട്, ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ രവീന്ദ്രൻ പറയുന്നു, നീ ചെല്ല്, നിനക്ക് പോകാൻ സമയമായില്ലേ, വണ്ടി ഓടിക്കാൻ പോകാൻ സമയമില്ലേ, നീ ചെല്ലാൻ പറയുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് സുധീനെ ഒന്ന് തട്ടിയിട്ട് പോകും. അപ്പോഴത്തേക്കും സുധീനെ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ പോകും. നീ എന്തിനാടാ ഇത്ര വേഗം ചാടി വന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിന് ശേഷം അവർ റൂമിലെത്തിയിട്ട് രേവതി സച്ചിക്ക് അപ്പോഴത്തേക്കും രേവതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോൾ സച്ചിയുടെ പുറകെ പോകുന്നതെന്ന്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അവൻ്റെ ഭാര്യയല്ലേ, അവൻ്റെ ഭാര്യ അവൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കണ്ടേ എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതിയോട്. അതിനുശേഷം റൂമിൽ ചെന്നിട്ട് അവൻ കുളിക്കാനൊക്കെ കയറും കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ അങ്ങനെയൊക്കെ പറ്റി അതിന് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കുളിക്കാൻ കയറി കഴിയുമ്പോഴത്തേക്കും രേവതി ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കും കേട്ടോ, ഷർട്ടൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ അവനത് വേണ്ട, ആ ഡ്രസ്സ് അവൻ വന്ന് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങുമ്പോൾ പറയും, അല്ല ഞാൻ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്, സാധാരണ പതിവില്ലാത്തല്ലോ, അല്ല ഞാനങ്ങ് എടുത്ത് തന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഷർട്ടൊക്കെ എടുത്ത് കൊടുക്കുവാണ്. ആ ഷർട്ടൊക്കെ എന്നിട്ട് നിങ്ങൾക്കില്ലേ ഇതൊന്ന് ഇൻ ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പോൾ അയ്യോ അതൊന്നും എനിക്ക് പതിവുള്ളതല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോൾ പറയും, അത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടല്ലേ നിങ്ങളൊന്ന് ചെയ്യുന്നേ എന്നൊക്കെ പറയും. സച്ചേട്ട എന്ന് പറയും. ആ സച്ചേട്ട എന്നുള്ള വിളിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്കൊരു രോമാഞ്ചത്തൊക്കെ തോന്നുവാണ്. സച്ചിക്ക് എന്തൊക്കെയോ നെഞ്ചിൽ തറച്ചൊരു ഫീലാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം അവന് ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് അവൾ ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും അവന് ആകെ ഇക്ലിയാകും. നീ പോയ രേവതി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവന് ഷർട്ടിൻ്റെ കൈയൊക്കെ മടക്കി വെച്ച് കൊടുക്കുകയാണ്. രേവതി, എനിക്കിതൊന്നും പതിവില്ലാത്തതാ രേവതി, നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വേണ്ടേ ലൈഫിൽ, എന്നും ഇങ്ങനെ ഒരുപോലൊക്കെ മതിയോ, അത് എന്ത് ജോലി ചെയ്താലും അതിനെന്താ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടു എന്നോർത്ത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഷർട്ട് എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കരമായിട്ട് ഇക്ലിയാകണു, നാണം വരുന്നു. സച്ചി പറഞ്ഞു, നീ പോയ രേവതി, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. അതിനുശേഷം രേവതി അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. രേവതി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കും. അപ്പോൾ ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്ന രവീന്ദ്രൻ കാണും. അപ്പോൾ രവീന്ദ്രനൊക്കെ കാണുമ്പോൾ തന്നെ സൂപ്പറായി നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, നീ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞാൽ നീ ചെയ്യത്തില്ലായിരുന്നു, എന്താണേലും നന്നായി സച്ചി എന്നും ഇങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട്. നല്ല ലുക്കായിട്ടാണ് സച്ചി റെഡിയായിട്ട് വന്നേക്കുന്നത്, ഇൻസേർട്ടൊക്കെ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അത് രേവതിക്കും കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. രേവതിക്കും അങ്ങ് ഇഷ്ടമായിട്ടോ ആ ഡ്രസ്സൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് വന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് നല്ലതായിട്ടുണ്ടെന്ന് പറയുന്നു. അത് രവീന്ദ്രൻ പറയുന്നു നല്ലതാണെന്ന് പറയുന്നു. എന്നിട്ടപ്പോഴത്തേക്കും അവൻ്റെ അനിയൻ പറയുന്നുണ്ട്, സുധി ഇട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരുന്നതിലും സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ, സച്ചി ഡ്രസ്സ് ഇട്ടപ്പോൾ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ അവിടെ ഇഷ്ടപ്പെടാത്തത് 3 പേരുണ്ട്, ചന്ദ്രമതിയും ശ്രുതിയും സുധിയും. അവരാണെങ്കിൽ ഇവനെ അങ്ങോട്ടിരുന്ന് ആക്കി കളിയാക്കി ചിരിക്കാനൊക്കെ തോന്നി. ഇത് എന്ത് ഡ്രസ്സും ആടായിരുന്നു ഇട്ടേക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കോമാളി ലുക്കായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ഇവനെ കളിയാക്കുക കേട്ടോ സച്ചിനെ. അപ്പോഴത്തേക്ക് സച്ചി അതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. രേവതി ഇങ്ങനെ കലിയൊക്കെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. രേവതി ഒന്നും പറയുന്നില്ല. അവരിവനെ കോമാളി ലുക്കൊക്കെ ആയിട്ട് കളിയാക്കി ചിരിക്കുവാണ്. സച്ചിക്ക് അത് കേട്ടിട്ട് ഒട്ടും സച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് നീ ഇട്ടേക്കുന്ന ഡ്രസ്സ് വരെ എൻ്റെ പൈസ കൊണ്ടുള്ള ഡ്രസ്സാണ് നീ മേടിച്ചിട്ടേക്കുന്നത്. നീ എന്ത് മേടിച്ചാലും അതെല്ലാം എൻ്റെ പൈസയ്ക്കല്ലേടാ നീ മേടിക്കുന്നത്, നീ അധ്വാനിച്ചുണ്ടാക്കി എന്തെങ്കിലും പൈസയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ സുധിയോട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അത് ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ, നീ എൻ്റെ 50 ലക്ഷം രൂപ നീ എൻ്റെ നിന്ന് മേടിച്ചില്ല, നീ എന്നെ പറ്റിച്ച് നീ ഉണ്ടാക്കിയ പൈസയില്ല, നീ പൈസ നീ എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നീ തന്നോടാ, ആ പൈസ തിരിച്ചു തരുന്നത് വരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നീ എന്നെ പറ്റിച്ചെടുത്ത എൻ്റെ പൈസയത്, എൻ്റെ പൈസയ്ക്കല്ലേടാ നീ ഇതൊക്കെ മേടിച്ച് ഡ്രസ്സൊക്കെ, എൻ്റെ പൈസ കൊണ്ടല്ലേടാ നീ ഡ്രസ്സ് ഇട്ടേക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയാണ്. നീ നിൻ്റെ ഭാര്യയ്ക്ക് വരെ എന്തെങ്കിലും മേടിച്ചു കൊടുത്തല്ല, അത് എൻ്റെ പൈസ കൊണ്ട് നീ വാങ്ങിച്ചു കൊടുക്കുന്നതാടാ, അല്ലാതെ നീ പണിയെടുത്ത പൈസ കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ തിരിച്ചു പറയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് പിന്നെ ഒന്നും മിണ്ടാനില്ല. ഇങ്ങനെ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേക്കുമ്പോൾ ശ്രുതിക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്ക് ശ്രുതി പറയും, അത് പൈസ തരാനാണെങ്കിൽ തിരിച്ചു തരും എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. ആദ്യം അവൻ്റെ അമ്മയുടെ തലയെ തൊട്ടിട്ടാണ് സത്യം ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ എനിക്ക് ഇതുവരെ പൈസ തന്നിട്ടില്ല, നീ എനിക്ക് എത്ര വേഗം നീ പൈസ തിരിച്ചു തന്നേക്കണം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി പറയുന്നു, ആ പൈസ തിരിച്ചു തരും. അതെ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, കാരണം നിങ്ങൾക്കൊരു വാശിയുണ്ട്, നിങ്ങൾ ആ പൈസ എങ്ങനെയും തിരിച്ചു തരുമെന്ന് എനിക്കറിയാം, അതെ എനിക്ക് നിങ്ങൾ ആ പൈസ തിരിച്ചു താന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ
അപ്പോൾ സച്ചു ഭക്ഷണം കഴിക്കാനായിട്ട് രേവതി പറയും. അപ്പോൾ രേവതിയോട് പറയും എനിക്ക് കഴിക്കാൻ സമയമില്ല രേവതി എന്ന് പറയുന്നുണ്ട്. രേവതി പറയും നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് രേവതി വേഗം ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് അത് സച്ചിയുടെ വായിൽ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ സച്ചി അത് മേടിച്ച് വായിലേക്ക് മേടിച്ച് വയ്ക്കുക കഴിക്കുക. അത് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ എന്താ വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും രവീന്ദ്രന് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സച്ചി ഇങ്ങനെ രേവതിയും കൂടെ സ്നേഹത്തോടെ കാണുന്നതൊക്കെ. അപ്പോഴത്തേക്കും രവീന്ദ്രന് സന്തോഷമാകുന്നുണ്ട്. അപ്പോഴത്തേക്കും അത് വായി മേടിച്ച് കഴിഞ്ഞിട്ട് പറയാം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല പൂരിയാണല്ലോ, എല്ലാവരും വന്ന് കഴിക്കാൻ പറയുന്നു. അങ്ങനെ രവീന്ദ്രനും അവൻ്റെ അനിയനും ഒക്കെ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുവാണ്. എന്നാൽ സച്ചിക്ക് ശ്രുതിയാണെങ്കിൽ കഴിക്കാതെ മാറി നിൽക്കുക കേട്ടോ. ശ്രുതി ഒക്കെ അപ്പോഴത്തേക്കും പറയും നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കഴിക്കാതെ വല്ല അസുഖം പിടിപ്പിക്കാതെ വേണമെങ്കിൽ വന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തും ചന്ദ്രമതിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഈ പൂരി കഴിക്കണമെന്നുണ്ട്. അപ്പോഴത്തേക്കും സച്ചി പറയുന്നു ഓ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് സച്ചി തന്നെ ബാക്കിയിരുന്ന് ഭക്ഷണം കൂടെ വാരി കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ചന്ദ്രമതിക്കൊക്കെ ആണെങ്കിൽ കഴിക്കണമെന്നുണ്ട്. പക്ഷേ ചന്ദ്രമതിക്കും ശ്രുതിക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല. കാരണം അവൾ പറഞ്ഞല്ലോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അസിഡിറ്റി ആകുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഓർമ്മയുള്ള അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്കാണെങ്കിൽ കഴിക്കാനും പറ്റുന്നില്ല. പക്ഷേ ആണ് ശ്രുതിക്ക് അത് കഴിക്കണമെന്നുമുണ്ട്. ശ്രുതിയുടെ അടുത്ത് ഇതിനിടയ്ക്ക് വന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഇപ്പം അവന് സച്ചിക്കും രേവതിക്കും ഒരു കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം തന്നെ എത്രയും വേഗം നിങ്ങൾക്കൊരു കുഞ്ഞ് വേണം കേട്ടോ. അവൻ്റെ കുഞ്ഞല്ല വേണ്ടത്, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞല്ല ഇവിടെ ഓളിക്കളിച്ച് നടക്കേണ്ടത്, നിങ്ങളുടെ കുഞ്ഞാണ് വേണ്ടത്. അവളുടെ ഒരു ഭാഗ്യം കേട്ടവൾ അവളുടെ കുഞ്ഞല്ല വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ എത്രയും വേഗം ഒരു കുഞ്ഞ് വേണം കേട്ടോ, നിങ്ങൾ പിന്നെ ഇതൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയും ഞാൻ ശ്രുതിയോട് സംസാരിക്കാൻ പറയാമെന്നൊക്കെ പറയും. എന്നിട്ട് ചന്ദ്രമതി അങ്ങ് പോകുമ്പോൾ ശ്രുതി പറയും ഓ പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാൻ കുഞ്ഞിനെ ആവശ്യം പോലെ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ താലോലിച്ചത്, ഇനിയിപ്പോൾ എനിക്ക് എന്താണ് ഒരു കുഞ്ഞൊന്നും വേണ്ട, ഞങ്ങളിനിയിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, എന്നിട്ട് അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ, പിന്നത്തേക്ക് മതി എന്നുള്ള രീതിയിലാണ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ കാണിക്കുന്നത്. അതേസമയം സച്ചി പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. സച്ചി പോകാൻ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് രേവതി ചെല്ലും കേട്ടോ. രേവതി വാതിക്കലേക്ക് ചെല്ലും. അപ്പോൾ ചോദിക്കും എന്താ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും കാണുന്നില്ലേ ഭർത്താവ് ഇങ്ങനെ പോകും ജോലിക്കൊക്കെ പോകുമ്പോൾ ഭാര്യ വന്ന് നോക്കുന്ന അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ചുമ്മാ വന്നാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് രേവതി പറയും എനിക്കൊരു കാര്യമുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നു പറയും. അപ്പോൾ ചോദിക്കും എന്താന്ന് പറയും. നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനെന്താന്ന് ചോദിക്കും. അങ്ങനെ സച്ചി രേവതിനെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഒരു സെൽഫി എടുക്കട്ടെ. അപ്പോൾ രേവതിനെ ഇങ്ങനെ സച്ചിയോട് ചേർത്താണ് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്നത്. അപ്പോൾ രേവതി കൈവച്ചൊക്കെ ഇങ്ങനെ കാണിച്ച് അവർ നല്ല സന്തോഷത്തോടെ ഒരു ഫോട്ടോ എടുക്കുകട്ടോ. രണ്ടുപേരോട് കൂടി സെൽഫി എടുക്കുകയാണ്. അതിനുശേഷം സച്ചി ഇങ്ങനെ പോകാൻ ഇറങ്ങും കേട്ടോ. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് രേവതിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് രേവതിയുടെ അടുത്തേക്ക് കയറി വന്നിട്ട് രേവതിയുടെ കണ്ണിൽ നോക്കിയിട്ട് രേവതിയോട് ചോദിക്കുവാണ് അത് ഇനി ഇൻസേർട്ട് ചെയ്ത് ഷർട്ട് എടുത്ത് ഞാൻ പുറത്തിട്ടോട്ടെ, എനിക്ക് ആകെപ്പാടെ ഒരു അസ്വസ്ഥത, എന്തൊക്കെയോ വെച്ച് കെട്ടിയ പോലെ തോന്നുന്നു, ഞാനിതൊന്ന് മാറ്റട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഒന്നൊരു ശീലമില്ല രേവതി എന്ന് പറയും. അപ്പോൾ രേവതി ഒരു ആദ്യം കുഴപ്പമില്ല അത് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ചിരിക്കും കേട്ടോ. ശരി രേവതി എന്ന് പറഞ്ഞിട്ട് അതെ അവരങ്ങനെയൊക്കെ ഞാനപ്പോൾ അവരുടെ അടുത്ത് അങ്ങനെയൊക്കെ വെച്ച് പറഞ്ഞതേ അവരെന്നെ കളിയാക്കിയില്ലേ, അതുകൊണ്ടേ കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മുന്നേ വെച്ച് രണ്ടെണ്ണം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അന്നേരപ്പം അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്കിതൊരു ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നതെടുത്ത് പുറത്തേക്ക് ഇടുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് കാണാം. ഓക്കേ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.